നമസ്കാരം. ലാലേട്ടൻ സിബി മലയിൽ കോംബോയിലെത്തിയ റിലീസ് ചെയ്യപ്പെട്ട ദേവദൂതന്റെ 4K പതിപ്പ് 5 ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ട് ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രത്തിന്റെ കേരള കളക്ഷൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ ഒരു കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ദേവദൂതന്റെ 4K പതിപ്പ് ആദ്യം റിലീസ് ചെയ്തപ്പോൾ കേരളത്തിൽ മാത്രം ഏകദേശം 55 സെന്ററിൽ മാത്രമാണ് ചിത്രം റിലീസ് ചെയ്തത്. എന്നാൽ ചിത്രത്തിന് മികച്ച സ്വീകാര്യത ലഭിച്ചതോടുകൂടി തന്നെ 55 സെന്ററിൽ നിന്നും 100 സെന്ററിലേക്ക് അത് കൂടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റിലീസ് ചെയ്യപ്പെട്ട ദേവദൂതന്റെ 5ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച കനത്ത മഴയും പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടായിട്ട് പോലും ദേവദൂതന്റെ കളക്ഷനിൽ വലിയ തോതിൽ ഇടിവ് സംഭവിച്ചിട്ടില്ല. അതായത് ചിത്രത്തിന്റെ 5ാം ദിവസവും ചിത്രത്തിന് മികച്ച കളക്ഷൻ തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നേടാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ 4ാം ദിവസമായ തിങ്കളാഴ്ച കേരള ട്രാക്കിംഗ് കളക്ഷൻ ഏകദേശം 20 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ 5ാം ദിവസവും ചിത്രത്തിന് മികച്ച ട്രാക്കിംഗ് തന്നെയാണ് ചിത്രത്തിന് കേരളത്തിൽ നിന്ന് നേടാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 19 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനിലൂടെ ചിത്രം ഇന്നലെ നേടിയിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും. ഇതോടെ 5 ദിവസങ്ങൾ കൊണ്ട് ദേവദൂതന്റെ 4K റിലീസ് പതിപ്പ് മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും ട്രാക്കിംഗ് കളക്ഷനിലൂടെ 1,40 ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. പുതിയ 4 റിലീസുകൾ മോളിവുഡിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ദേവദൂതന്റെ കളക്ഷനിൽ അതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്ന് ചിത്രത്തിന്റെ ഓരോ ദിവസത്തെയും ട്രാക്കിംഗ് കളക്ഷനിൽ നിന്നും വ്യക്തമാകുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ 4Kയിൽ റിലീസ് ചെയ്യപ്പെട്ട ദേവദൂതന്റെ കളക്ഷൻ ഫൈനൽ കളക്ഷൻ എത്ര കോടി വരെ നേടുമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.